പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, സ്ലിഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ അപ്പസ്തോലനായ മാർത്തോമായെ, ഞങ്ങൾ പാപികളാണ്, എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ ജപമാല നിങ്ങളുടെ സ്തുതികളോടുകൂടെ ഒന്നായി ചേർന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കവാടം തുറക്കൂ, നാഥകാരുണ്യമായി പോയി നോക്കൂ,
നിൻവിളി കേട്ടങ്ങ് വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. മണ്ണിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കിൻ വാതിൽ തുറക്കും എന്നു നീരായരുൾ ചെയ്ത നാഥ. നിൻ ദിവ്യ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ. സ്വർഗകവാടം തുറക്കൂ നാഥാ, കാരുണ്യമായി കൂടി നോക്കൂ. നിൻ വിളി കേട്ടങ്ങ് വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. ഈ സഹോദര ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരണവനായ ദൈവം ഇദ്ദേഹത്തെ എല്ലാ പാപങ്ങളും കഴുകി ഈ പാപി സ്വർഗ്ഗത്തിലേക്ക് നയിക്കുമാറാണ്. ഈ സഹോദരൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിനെ പ്രകാശമായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകനായിരിക്കുന്നതുകൊണ്ട് ഈ വെളിച്ചം ആസ്വദിച്ചു. ഇപ്പോൾ നിത്യസഭാനത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ യാത്രയിൽ ക്രിസ്തുവെന്ന ഈ ദിവനാളം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശമാകുന്നു. ആഴത്തിൽ നിന്നും ഇപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്തനെ പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളോ രക്ഷയി പാരിടത്തിൽ. ഞങ്ങളുടെ പാപങ്ങൾ പോകിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു. നീയലിയും ഇരവാകെ കാവൽക്കാർ ജാഗ്രതയിൽ പുലരെ പാർത്തിരിക്കുന്നത് പോ. മൽപ്രാണ ദൈവത്തെ പാർത്തിരിപ്പു ഇസ്രയേലുമേവം പ്രത്യാശ വെച്ചു. ഇസ്രയേലിൻ രക്ഷകൻ നീയാണല്ലോ, ഇവമേ നീ ശാശ്വത വിശ്രാന്തി നൽകിടേനേ. നിത്യമാം ശിക്ഷാവിധിയിൽ നിന്നും മൃത്യാൻ വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ എൻ ശബ്ദം കേൾക്കേണമേ, അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവ് നിങ്ങളോടുകൂടെ കാരണവാനായ ദൈവത്തെ സ്വീകരിച്ച് അങ്ങനെ വിസ്തൃത സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലും ദുഃഖാന്തരായി വിലമയ്ക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാലം കടാക്ഷിക്കണമേ. അങ്ങനെ പുത്രൻ ഞങ്ങൾ കർത്താവുമായ യേശു ക്രിസ്തു തന്റെ മനസ്സാൽ ഞങ്ങൾ വന്ന് സംഹരിക്കുകയും തിരുവനന്തപുരത്താൽ ഞങ്ങൾ പ്രതിജ്ഞ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണുതെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗ്ഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരനോട് ചെയ്യുന്ന അർഹതപ്പെടുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദര ജ്ഞാനസ്ഥാനത്തിൽ അണിയിച്ച വെള്ളവസ്ത്രം ഈ ക്രിസ്തുവിന്റെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്ന അടയാളമായിരിക്കട്ടെ. മഹിമയേറിയ ഈ പദവി മഞ്ഞപ്പെടുത്താതെ കാത്തുനിർത്തുന്ന സൗഭാഗ്യനാകുവാൻ ഈ അടയാളം ആണ് ഈ വെള്ളവസ്ത്രം. ഈ സഹോദര ജ്ഞാനസ്ഥാനത്തിലൂടെ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവൻ ഈ പെസഹാരക്രിസ്തുവിൽ പങ്കുചേർന്നുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നു പോകുന്ന പെസഹാരക്രിസ്തു ഇദ്ദേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ കുരിശുകൾ. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഇടയിലിൻ്റെ പ്രതീകമായി പുഷ്പങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചാർത്തുക. നിങ്ങളോട് നീ കാരുണ്യം തൂകണേ, നിന്മഹാകാരുണ്യമോത്ത് ദയാനിധേ. എന്ന
മറ്റുള്ളതാം നിൻ കൃപാവായ്പിനാൽ എന്നപരാധങ്ങളൊക്കെയും നീക്കണേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും തുടർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, തകർക്കപ്പെടേണ്ട അസ്ഥിബന്ധനം സന്തോഷത്താർക്കുള്ള ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത മേലക്ക് പോയിട്ടാകണമേ. അങ്ങയുടെ കൃപാധിക്യത്താൽ എൻ്റെ ഹൃദയങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ഹൃദയങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപം സദാ എന്റെ മുൻപിലുണ്ട്. അങ്ങയുടെ വിധി നീതിയുക്തമാണ്. എന്നെ ശിക്ഷിക്കുമ്പോൾ അങ്ങ് തികച്ച നീതിമാൻ തന്നെ. എന്റെ അന്തരംഗത്തെ ഞാൻ സപ്പോർട്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകിയാലും ഞാൻ മഞ്ഞകട്ടയേക്കാൾ വന്മയുള്ളവനാകും. എന്റെ പാപങ്ങളിൽ നിന്നും വന്നിരിക്കണമേ. എന്റെ സകല തെറ്റുകളും വായിച്ചു കളയണമേ. അങ്ങയുടെ സന്നദ്ധയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീക്കി കളയുകയും വരുതേ. ദുഷ്ടന്മാരെ ഞങ്ങളുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും. ഭാവികൾ അങ്ങയുടെ അടുക്കലേക്ക് ബന്ധിരിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ. എന്റെ അധരങ്ങളെ സ്തുതികൾ പാടും. എന്റെ ദൈവമേ, എന്റെ ഹൃദയമാണ് ഹൃദയമാണ് ശിക്കുകയില്ല. അപ്പോൾ അർഹമായ യാഗങ്ങളും കാഴ്ചകളും സമൃദ്ധികളും സ്വീകരിക്കും. അപ്പോൾ നിങ്ങളുടെ പരിഗണന ആളുകളെ സമർപ്പിക്കും. നിന്റെ തേജസ്യാവനിൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവേമാണ് എൻ്റെ ആത്മാവിനെ ഈശ്വരതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിനെ ഞാൻ കാണുകയില്ല. ശാന്തമായി വസിക്കുന്ന ഒരുവനെ ഞാൻ ഒരിക്കലും ദർശിക്കുകയില്ല. ആദ്യം തന്നെ അവിടെ തന്നെ വെട്ടിമാക്കി ഒരു രാപകൽ കഴിയും മുമ്പ് അങ്ങനെ അന്ത്യം വരുത്തുമായിരുന്നു. കുരുവിക്കുഞ്ഞിനെ പോലെ ഞാൻ ചിലച്ചു, പ്രാവിനെ പോലെ ഞാൻ കുറുകി. എന്റെ കണ്ണിൽപ്പെട്ട് നോക്കി ക്ഷീണിച്ചു. കർത്താവെ, ഞാൻ നിരക്കപ്പെടുന്ന നിനക്ക് ഉത്തരം നൽകണമേ. പാതാളം അങ്ങയെ സ്തുതിക്കുന്നില്ല, മരണം അങ്ങയെ വാഴ്ത്തുന്നില്ല. കുഴിയിലേക്ക് ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസ്തത പ്രത്യാശിക്കുന്നുമില്ല. കർത്താവെ, എന്നെ രക്ഷിക്കണമേ. കർത്താവിന്റെ ആലയത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ കീർത്തനങ്ങൾ പാടും. നിത്യതേജസ്യോടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുകയല്ല. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 14-ാം അധ്യായം. കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. അത് തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവരോട് ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. പ്രതിവചനം എല്ലാവരും ഏറ്റുകൊള്ളുക. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചന ശ്രവിക്കണമേ. അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് ഉത്തരമരുളണമേ. ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുത്. എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കഴിഞ്ഞ ദിനങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നു. അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു. ഉണങ്ങി വരണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. അങ്ങയുടെ ഹിതമനുവർത്തിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്നാൽ അവിടുന്നാൾ എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവെന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥാനങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൊണ്ടുകൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞ, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല.
പിതാവിന്റെ സുവിശേഷം. പ്രിയ സഹോദരനെ നമുക്ക് സർവ്വജീവിതാനന്ദാനമായതോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരന്റെ നശ്വരമായ ശരീരം സംരക്ഷണമായ ദൈവം പരിഗണിച്ച് വിശുദ്ധരെ സമൂഹത്തിൽ ചേർത്തവരുടെ അവധിയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച പാപം പ്രതിയും ശിക്ഷയിൽ നിന്ന് മോചനം നൽകട്ടെ. നല്ലതിനായ ക്രിസ്തുനാഥനെ ഇയാളെ കുടുംബത്തിലേക്ക് നയിച്ച് സ്നേഹിതയായ പിതാവുമായി രൂപീകരിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടും നിത്യാന്തം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധന്മാരെ രക്ഷണമിയാൾക്കു നൽകാം. വരുവിൻ വാനവ വൃന്ദമിയാളെ എതിരേൽക്കാനതിമോദം വഹിക്കുവിൻ കരകാരിയാളുടെ ആത്മാവിനെ നിങ്ങൾ പരമോന്നതനാം കർത്താവിൻ തിരുസന്നിധി ചേർത്തിടുവിൻ. സന്നിധി ചേർത്തിടുവിൻ. നാഥാ നിത്യമതാം വിശ്രാന്തി കൽപ്പിച്ചരുളണമേ. നാഥാ നിത്യവെളിച്ചമിയാളി ശോഭിതമാക്കണമേ. കരുണായ പിതാവേ, അവരുടെ സഹോദരന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്ന സ്നേഹത്തിന്റെയും ക്രിസ്തുമാരുടെ സംസർഗത്തിന്റെയും പ്രയാണമായി ഈ ദാസനങ്ങൾ ചേർന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. പിതാവയുടെ ദാസന സുഖവാർത്തകൾ കൊടുക്കണമേ. ഈ ലോകത്തെ യോഗ്യതരായ വിശ്വാസവും പരസ്പരം ആശ്വാസം നൽകണമേ. ഞങ്ങളൊരു പുസ്തകത്തിൽ ചേർന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തു നിത്യാന്തം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന. ഈ സഹോദര സുരക്ഷിതരായ ദൈവമേ, ജീവിതത്തിൻ്റെ പത്തിലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി മണ്ണിനത്തെ ശരീരത്തിൽ നാമിപ്പോൾ മണ്ണിൽ നിന്ന് നിക്ഷേപിക്കുന്നു. മനുഷ്യ വിശ്വനാഥന് ആദ്യമായി എത്തുന്നതിൽ എല്ലാവരാണ് ശരീരത്തോട് ആശയത്തോട് അനുഭവപ്പെടുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. കർത്താവിന്റെ ഈ സഹോദരൻ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് വിശ്വാസത്തിൻ്റെയും അവസാന ദിവസങ്ങളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറായിട്ട് ജീവനെ പുനരുദ്ധാനവും ഞാനാകുന്നു വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും ജീവൻ പ്രാപിക്കുന്ന കർത്താവിനോട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിപൂർണിയാളെ സ്വർഗ്ഗത്തിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഇടരാ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, തിരുവള്ളുന്നല്ലേ കാരണവാനായ മാനവമാരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ ക്രിസ്തുവിനെ സമർപ്പിക്കുന്ന പ്രാർത്ഥന. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു.
എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു.